സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. സന്തോഷ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്, ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട ആള് സായിയോട്, സായി എന്റെ കോമാളിത്തരത്തിൽ പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ. തന്നെ ശരിക്കും ഞാനൊന്ന് കാണുന്നുണ്ട്. എല്ലാ കണക്കുകളും അന്ന് തീർന്നു. ഈ മൂന്നാം കിടന്ന് വാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ ആറാട്ടണം പറഞ്ഞു ഈ അപരാധം, ഈ അഡൽട്ട് കണ്ടന്റ്, വേറെന്തൊരു കാര്യം കൂടി. അത് മൂന്നും കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. പണ്ഡിറ്റിന്റെ ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൽട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല. കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. നീ മറ്റാരും കാണാത്തത് കാണും. സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്തായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പോലും നമ്മളുടെ മുഖത്തേക്ക്, നമ്മൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടത് ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും. പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു മൂന്നാംകിട ചാനൽ എന്ന് പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് സർ, ഈ പറയുന്ന വ്യക്തി ആളെ എനിക്ക് അറിയില്ല, ഞാൻ കാണുന്നത്. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞു. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? എന്റെ ഒരു സിനിമ ഇന്ന വരെ സർ, എന്റെ ഒരു സിനിമ ഇന്ന വരെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ വ്യക്തി കാണുന്ന അല്ല, ഇയാൾ പറഞ്ഞല്ലേ ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ നന്നായിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടായിരുന്നു. അല്ല സർ, സർ ചോദ്യത്തിന് ഉത്തരം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളത്. ഫേസ്ബുക്കിലാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല? അയ്യോ പാവം, പോട്ടെ പോട്ടെ, അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. സർ ഞാൻ പറയുന്നു, ഒരു കാര്യം പോലും ഇയാൾ കണ്ടിട്ടില്ല. വളരെ അധികം സർ ഇത് എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.